ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ജയിച്ചു വരുന്നവർ കേന്ദ്രമന്ത്രിമാരെന്ന് ബി.ജെ.പി. ദേശീയ വക്താവ് ടോം വടക്കൻ. കേരളത്തിൽ അപ്രതീക്ഷിത സീറ്റുകളിൽ ബി.ജെ.പി. ജയിക്കും. മണിപ്പൂർ തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കുന്നത് വോട്ട് രാഷ്ട്രീയമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. രാഹുൽ ഗാന്ധിയെ ഇനിയും കേരളം മനസ്സിലാക്കിയില്ലെങ്കിൽ അത് കേരളത്തിന്റെ പ്രശ്നമാണെന്നും ടോം വടക്കൻ 24-നോട് പ്രതികരിച്ചു. മുസ്ലിംസ് ആയാലും ഹിന്ദുക്കളായാലും ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ എലക്ട് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആര് തന്നെ നിങ്ങൾ എലക്ട് ചെയ്യുന്നു, ബി.ജെ.പിയുടെ കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർ മന്ത്രിമാരാണ്. ഇതുവരെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ? കാരണം സൗത്തിന് റെപ്രസെൻറ്റേഷൻ കൊടുക്കണം എന്ന് വാശി പിടിക്കുന്ന ഒരു പ്രൈം മിനിസ്റ്ററാണ് നമ്മുടെ കയ്യിൽ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കേരളത്തിൻ്റെ ഒരു ലിറ്ററസി ഉള്ള സ്റ്റേറ്റിൽ ഇത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. തുടക്കത്തിൽ അനിൽ ആന്റണിക്കെതിരായ പി.സി. ജോർജിന്റെ പരാമർശത്തിൽ പുതിയതായി വരുന്നവർക്ക് ബി.ജെ.പിയുടെ സംസ്കാരം മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കുമെന്നായിരുന്നു ടോം വടക്കന്റെ മറുപടി. ഇനി താൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്നും പ്രചാരണത്തിന് ഉണ്ടാകുമെന്നും ടോം വടക്കൻ കൂട്ടിച്ചേർത്തു. ബി.ജെ.പിയുടെ കൾച്ചർ പുതിയ രംഗത്തിറങ്ങുന്നവർക്ക് മനസ്സിലാവില്ല. ഒരു ഡിസിപ്ലിൻ പാർട്ടിയാണ്. കാൻഡിഡേറ്റ് സെലക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യകർത്തയും ആ വിഷയത്തിനെ പറ്റി തർക്കിക്കില്ല. അവർ ക്യാമ്പയിൻ ചെയ്യും. അതാണ് ബി.ജെ.പി. RSSന്റെ കൾച്ചർ. ആ കൾച്ചർ അനുസരിച്ച് നീങ്ങും. അപ്പോൾ അത് മനസ്സിലാവാൻ കുറച്ച് സമയം പിടിക്കും. മനസ്സിലാവും. അത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല.